ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ. അമേരിക്കയിൽ ഞങ്ങൾ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളിവിടെ ഒരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് എല്ലാ ആഘോഷങ്ങളും ചെയ്യാറ്. ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ എല്ലാം ആഘോഷിക്കാറ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ആഘോഷം വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഞങ്ങളുടെ വീട്ടിലല്ല. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഫാമിലി എന്ന് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് സുരേഷ്. ഹാപ്പി വിഷു. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മകൾ അമല. മൂത്ത മകൾ കോളേജിലാണ്, അവളെ ഞങ്ങളുടെ കൂടെ ഇല്ല ഇപ്പം. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ഇന്നത്തെ ആഘോഷം. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റേ ഉള്ളൂ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ഞാൻ 5 മിനിറ്റ് മുഴുവനൊന്നും കാണിക്കില്ല കേട്ടോ. ഇത് ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടാണ്. അതായത് ഞങ്ങൾ ഈ ഫ്രണ്ട്സായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പം പോട്ട്ലക്കായിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഭക്ഷണം എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് ഓരോ ഐറ്റം കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഇത് സെലിബ്രേഷൻസ് നടത്താറ്. അപ്പോൾ പിന്നെ ഹോസ്റ്റിന് ഒരാൾക്ക് മാത്രമായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തി. ഇതാണ് അവരുടെ വീട്. പറഞ്ഞിട്ടോ വലുതാ. ഹാപ്പി വിഷു ഒന്ന് പിടിക്കും. ഹാപ്പി വിഷു. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് രാജേഷ് ആൻഡ് ദീപ. ഇവരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഹലോ ഹലോ. ഹാപ്പി വിഷു. ഹലോ നിഷ. ഹലോ നിഷ. ഹാപ്പി വിഷു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കണി. ഒരു ഗംഭീര കണിയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഒരു അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കൊന്നയൊന്നും നോക്കരുത് കേട്ടോ. ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു മഞ്ഞപ്പൂവാണ് വെക്കാറ്. ഇവിടെ ഇപ്പോൾ കൊന്നയൊന്നും കിട്ടില്ലല്ലോ. പിന്നെ ചില ഐറ്റംസൊക്കെ മിസ്സിങ് ആയിരിക്കും, ചക്ക അങ്ങനത്തെയൊക്കെ. പക്ഷേ ഉള്ളതിൽ വെച്ചിട്ട് ഞങ്ങൾ തിരക്കടില്ലാത്ത വിധത്തിലുള്ള കണി വയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടില്ലേ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആപ്പറ്റൈസറുകൾ. വട്ടയപ്പം, ഉണ്ണിയപ്പം, പിന്നെ കുറച്ച് ഗോബി മഞ്ചൂരിയൻ ഉണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അത് മാത്രമേ പുറത്തുനിന്ന് വാങ്ങിയൊരു സാധനമായിട്ടുള്ളൂ. പിന്നെ അതേ വിഷുക്കട്ട, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പച്ചമാങ്ങയുടെ കറി, പിന്നെ കാഷ്യൂടെ കറി, അതുപോലെ തന്നെ ശർക്കരപ്പാനി, ഇതൊക്കെ ഉണ്ട്. അപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസൊക്കെ കഴിയുന്നത് ഞങ്ങളാക്കാൻ നോക്കും കേട്ടോ. പിന്നെ കുറച്ച് കുക്കീസും അങ്ങനത്തെയൊക്കെ, ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെക്കും. ഞങ്ങളുടെ മിക്ക ആഘോഷങ്ങളും എല്ലാവരുടെയും സൗകര്യം നോക്കി സാറ്റർഡേ ഈവനിങ് അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പം വിഷു തിങ്കളാഴ്ച ആയ കാരണം ഞങ്ങൾ അതിൻ്റെ മുന്നത്തെ സാറ്റർഡേ ആണ് ഇപ്പം ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ സമയം ഏകദേശം ഒരു 7 മണിയായി. സൺസെറ്റ് ആയി തുടങ്ങി. കണ്ടു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, പോട്ട്ലക്കാണ്. ഓരോരുത്തർ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഷെയർ ഭക്ഷണം കൊണ്ടുവന്ന് നിൽക്കുകയാണ്. വലിയൊരു ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചിരിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സ്വതവേ ഇത്രയൊന്നും അല്ല കേട്ടോ ആൾക്കാരുണ്ടാവുക. ഞങ്ങളൊരു 10-11 ഫാമിലി ഉണ്ട്. അപ്പം ഒരു 40 ആൾക്കാരിൽ കൂടുതലുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും കുട്ടികളൊക്കെ കുറേ പേരൊക്കെ കോളേജുകളിലൊക്കെ എത്തി. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ ഉള്ളൂ. കോളേജുകാരൊന്നും ഇങ്ങനത്തെ സമയത്ത് അവർക്ക് വരാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമല്ലോ ഇവിടെ. അപ്പോൾ അത് കാരണം ആ കുട്ടികളൊന്നും ഇല്ല. ഇവിടെ ഞങ്ങൾ ചായയുടെ കൂടെയുള്ള പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ടൊന്നും ആവില്ല കേട്ടോ. വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണമാണ് ഞങ്ങളുടെ ആപ്പറ്റൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കുറച്ച് വൈകിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടാണ് ഞങ്ങൾ കഴിക്കുക ആപ്പറ്റൈസർ. അത് അങ്ങനൊരു ശീലമാണ്. ഇവിടെ എല്ലാ പാർട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹെൽപ്പിനൊന്നും ആൾക്കാരില്ല കേട്ടോ. കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുക.
അപ്പോൾ ഇങ്ങനത്തെ പാർട്ടിക്കൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ പോട്ടലൊക്കെ ആക്കണത് തന്നെ. എന്നാൽ പിന്നെ ഒരാൾക്ക് മാത്രമായിട്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഉണ്ടാക്കണ ഒരു ഐറ്റം ഒരാൾ നന്നായിട്ട് ഉണ്ടാക്കും അങ്ങനെ. അതുപോലെ പാർട്ടി കഴിഞ്ഞിട്ടുള്ള ക്ലീനപ്പ് ആയാലും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പം അതങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. ഇവിടുത്തെ പണി മുഴുവൻ രാജേഷ് അതാ. ഈ വിഷു സെലിബ്രേഷൻ തുടങ്ങുന്നതോടുകൂടി ഞങ്ങളുടെ ഓരോ സെലിബ്രേഷൻസും ഗെറ്റ് ടുഗെദറൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. ഇത് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയർ വരേക്കും ഞങ്ങൾക്ക് നോൺ സ്റ്റോപ്പ് ഓരോന്നും ഉണ്ടാവും. അതിൻ്റെ ഇടയിലുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടീസോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്കാണ് ആ വിൻ്റർ സമയത്ത്. പിന്നെ ഈ വിഷു വരുമ്പോഴാണ് ആദ്യം ഒന്ന് തുടങ്ങുന്നത്. കഴിയുന്നിടത്തോളം എല്ലാ ആഘോഷങ്ങളും ട്രഡീഷണലായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ആഘോഷിക്കാൻ നോക്കാറ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതേ കുട്ടികളെയൊക്കെ ലൈനാക്കി നിർത്തിയിരിക്കുന്നത് അവർക്ക് കൈനീട്ടം കൊടുക്കാനാണ്. അപ്പം അവരാദ്യം കണി കാണും, എന്നിട്ട് കണ്ണാടി നോക്കും, എന്നിട്ട് വന്ന് കൈനീട്ടം വാങ്ങും. ഇതൊക്കെ ഒരു ചിട്ടയിലാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പം ആണുങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ നിരന്ന് നിന്ന് കുട്ടികൾ ലൈനായിട്ട് വന്ന് വാങ്ങുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ കൊടുക്കാറില്ല കൈനീട്ടം. ഇടയ്ക്ക് ഞങ്ങൾക്ക് ആണുങ്ങൾ തരും. അപ്പം അത് മേടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്താലല്ലേ കുട്ടികൾ നാട്ടിലത്തെ ട്രഡീഷനൊക്കെ പഠിക്കുള്ളൂ. അങ്ങനെ വെച്ചിട്ട് കഴിവതും അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. ഇത്തവണ എന്തായാലും ഞങ്ങൾക്കും കൂടി അവർ കൈനീട്ടം തരാൻ തീരുമാനിച്ചു. അപ്പോൾ കാലൊക്കെ പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങണമെന്നൊക്കെ പറയും. ഞങ്ങളത് ചെയ്യാറില്ല. പിന്നെ അതേ ഒരു ഫ്രണ്ട് ഇപ്പം ചില്ലറ വീണ് താഴേന്ന് അതൊന്ന് എടുക്കും. അപ്പം അത് നിങ്ങൾ കാലുപിടിയായിട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അങ്ങനെ ഓരോ തമാശകൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടികളിൽ സ്ഥിരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെയാണ് ഞങ്ങൾ കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ വന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടാവും. ഞങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ പെയറായിട്ടോ ഒക്കെ നിന്ന് ഫോട്ടോസ് എടുക്കും. എന്നാലല്ലേ ആ മെമ്മറീസൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങളുടെ പാർട്ടികൾക്കൊക്കെ മിക്കപ്പോഴും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് ഓർഗനൈസ് ചെയ്യും. ഫാമിലിയായിട്ട് എല്ലാവർക്കും കൂടി കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫൺ ഗെയിംസൊക്കെ. പക്ഷേ ഞങ്ങളുടെ ഈ ഫോട്ടോ സെഷനൊക്കെ കുറച്ച് കഴിയുമ്പം ആണുങ്ങൾക്ക് മടുക്കും. അപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് നേരം ഒരു ചീട്ടുകളി സെഷൻ ഉണ്ടാവും. അതവർക്ക് നിർബന്ധമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മറ്റ് ഗെയിംസിലേക്കൊക്കെ കടക്കുള്ളൂ. അപ്പം ഇത് ഇവരുടേതായ ഒരു ഫൺ ടൈമാണ്. കണ്ടില്ലേ എല്ലാവരും ചുവട്ടിൽ കുണുക്കൊക്കെ വെച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സദ്യയൊക്കെ ഈ പേപ്പർ വാഴയിലയിലാണ്. പണ്ടൊന്നും ആദ്യം വന്ന സമയത്തൊന്നും അത് തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആരെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഓണം വിഷു സമയത്തിന് കണക്കായിട്ട് കുറച്ച് പേപ്പർ വാഴയിലൊക്കെ കൊണ്ടുവന്ന് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് അതിലാണ് കഴിക്കുക. അപ്പോൾ ഞങ്ങളതിൽ ഹാപ്പിയാണ്. ചില സ്ഥലത്തൊക്കെ ഫ്രഷ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഫ്രോസൺ കിട്ടും. പക്ഷെ അതിനത്ര അങ്ങോട്ട് പോരാ. ഫ്രോസണിലും നല്ലത് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഇഷ്ടമായത്. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ സദ്യയുടെ ഐറ്റംസ്. ഇതിപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. എല്ലാം ഉണ്ട്. ഉണ്ണിയപ്പം, പായസം, 2 തരം പായസം, അവിയൽ, എന്താ പറയുക, തോരൻ, പുളിഞ്ചി, മാമ്പഴപ്പുളിശ്ശേരി, പരിപ്പ്. ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. രസം, പപ്പടം, സാമ്പാർ എല്ലാം ഉണ്ട്. എരിശ്ശേരി. സ്വതവേ ഞങ്ങൾ ആളെണ്ണി ഈ 2 ഐറ്റമൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം ചില ട്രഡീഷണൽ ഐറ്റമൊക്കെ 2 എണ്ണമൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ആകുമ്പം ഇടയ്ക്ക് സദ്യയുടെ ഐറ്റമിൻ്റെ എണ്ണം കൂടിയാലും ഒരിക്കലും കുറയാറില്ല കേട്ടോ. ഞങ്ങളിവിടെ സദ്യയ്ക്ക് സ്വതവേ എപ്പോഴും കുട്ടികളാണ് ആദ്യം ഇരിക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഓരോ മൂഡ് പോലെ ഒന്നുകിൽ ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇരിക്കും. അപ്പം മറ്റേ കൂട്ടർ വിളമ്പും. അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിൻ്റെ ഫീല് ഉണ്ടാവും. ഒരു സദ്യക്കൊക്കെ വിളമ്പി കിട്ടണം അങ്ങനത്തെ ഒരു ഫീല്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. സ്വതവേ ഇതിൻ്റെ ഒരു 2 ഇരട്ടി ഉണ്ടാവും. കുറേ കുട്ടികൾ കോളേജിലൊക്കെ പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം എണ്ണം കുറവാണ്. എന്നിട്ടും ഇവിടെ ആകെ കൂടെ ഒരു ബഹളം തന്നെയാണ്. Let's go for it, man.
ഇപ്പോൾ കേട്ടില്ലേ ഇവിടുത്തെ കലപിലകൾ, എന്തൊക്കെ പറഞ്ഞാലും ഈ കലപില ബഹളമാണ് കേട്ടോ ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത്. ഇത്തവണ എന്തായാലും ആണുങ്ങൾ ആദ്യം ഇരിക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ആണുങ്ങളുടെ അടുത്ത് ആദ്യം ഇരിക്കാനായിട്ട്. അതിൻ്റെ പുറകിൽ ഞങ്ങളുടെ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട്, അതവർക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഞങ്ങൾ രണ്ടാമത് ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചധികം നേരം ഇരുന്ന് കഴിക്കുകയും ചെയ്യാം, വയറൊക്കെ നിറഞ്ഞ സ്ഥിതിയിൽ പിന്നെ വിളമ്പാനായിട്ട് എനിക്കും വേണ്ട. അവർക്കത് കാര്യം പിടിയിട്ടിട്ടില്ല. എല്ലാവരും നന്നായിട്ട് കഴിക്കുകയാണ് ഇപ്പം. വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് വിളമ്പി തരണം എന്നുള്ള കാര്യം ഈ നിഷ്കളങ്കന്മാർക്ക് ഓർമ്മയില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ദൈവം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു സാമ്പിൾ സദ്യ വിളമ്പി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ടേണായി, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്ട്, അതായത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട് തല തിരിച്ചിരിക്കുമ്പോൾ ഇവരിപ്പോൾ എന്തായി കാണിക്കണേന്ന് വിചാരിക്കണ്ടെന്ന് കരുതി പറഞ്ഞതാണ് കേട്ടോ. എല്ലാരും ഭക്ഷണം കുറച്ച് അധികം ക്ഷമ. നിഷ ഭക്ഷണം അവിടെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാലും. ഓക്കെ, make sure everybody is in here. 1 2 3 4 5. അവര് കഴിക്കുക. ഓരോ കൂടെ അടിച്ചു കൂടെ. എന്നിട്ട് ഭയങ്കര ക്ലോസപ്പിലാണ്, കുഴപ്പമില്ല. ആരാണ് കാണാത്തത്? ശ്രീല കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ. അങ്ങനെ വിശാലമായ ഒരു വിഷു സദ്യ കഴിച്ചു കഴിയാറായി. സ്വതവേ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കാറാണ് പതിവ്. പക്ഷെ ഇത്തവണ ഞങ്ങളതിൽ അതില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ നേരെ ഗെയിംസിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട് രാജേഷ് എന്തൊക്കെയോ ഗെയിമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സംഗീത മത്സരമാണ് ഇപ്രാവശ്യത്തെ ഗെയിം. കുറേ മലയാളം പാട്ടുകളൊക്കെ, മലയാള സിനിമ പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ 2 ടീമായി തിരിച്ച് ഒരു മത്സരമായിട്ടാണ് ചെയ്യുക. അതിൽ ചെറിയ അടിപിടികളൊക്കെ ഉണ്ടാകും, പോയിൻറ്റ്സൊക്കെ ഇട്ടിട്ട് കളിക്കണല്ലേ. അപ്പോൾ അതിൻ്റെതായ ചില അടിപിടി, ഫ്രണ്ട്ലി അടിപിടികൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അമേരിക്കയിൽ വിഷു ആഘോഷിക്കുന്നത്. ഇത്ര നേരം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.